ജീവിതത്തിൽ എപ്പോഴും ഹബീബ് ഓർത്തത് നമ്മളെ പ്രിയപ്പെട്ട ഹബീബ് നമുക്ക് വേണ്ടിയാ കരഞ്ഞത്, നമുക്ക് വേണ്ടിയാ പ്രയാസപ്പെട്ടത്, നമുക്ക് വേണ്ടിയാ സങ്കടപ്പെട്ടത്, നമ്മളെ കാണാൻ കൊതിക്കുന്ന പ്രിയപ്പെട്ട ഹബീബ്. ഞാൻ എന്നും എന്റെ ഉമ്മത്തികൾക്ക് വേണ്ടിയിട്ട് കുറുക്കലിനെ തേടാറുണ്ട്. പ്രിയപ്പെട്ട ഹബീബ് ഏതേത് കോഴിപ്പോയിട്ടും അത് നിറഞ്ഞ നിറകുടമാണ് പ്രിയപ്പെട്ട ഹബീബ്. സൗന്ദര്യം കൊണ്ടാണ് നമ്മൾ ഒരാളെ പടയിക്കേണ്ടതെങ്കിൽ അതിനൊരേ ഒരു ഉത്തരം പ്രിയപ്പെട്ട ഹബീബ്. സ്വഭാവം കൊണ്ടാണെങ്കിലും അതിനും ഒരേ ഒരു ഉത്തരം പ്രിയപ്പെട്ട ഹബീബാണ്. വിപ്ലവം തീർത്തതിന്റെ പേരിലാണെങ്കിലോ അതിനും ഒരേ ഒരു ഉത്തരം പ്രിയപ്പെട്ട ഹബീബാണ്. ത്തിന്റെ കയറിന് വേണ്ടി കാലങ്ങളോളം യുദ്ധം ചെയ്തിരുന്ന ആ അറബികളെ മരണസമയത്തുള്ള വെള്ളം പോലും പകുത്തു കൊടുക്കുന്ന പരിവർത്തനത്തിലേക്ക് പരിവർത്തിച്ചത് പ്രിയപ്പെട്ട ഹബീബാണ്. യുദ്ധത്തിന് വെട്ടുകിട്ടി ഇങ്ങനെ വീട് കിടക്കുമ്പോ വെള്ളം എന്ന് ചോദിക്കുമ്പോ വെള്ളം ഇങ്ങനെ കൊണ്ടുവന്ന് തരുമ്പോ അടുത്ത കൂട്ടുകാരൻ വെള്ളം എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ട എന്റെ കൂട്ടുകാരനെ കൊടുക്കണേ, എന്റെ കൂട്ടുകാരനെ കൊടുക്കണേ, എന്റെ കൂട്ടുകാരനെ കൊടുക്കണേ, ഇങ്ങനെ വെള്ളവുമായി ഇങ്ങനെ ഓടിയിട്ട് വെള്ളം കുടിക്കാത്ത അവസ്ഥ, ഏത് മരണസമയത്തുള്ള വെള്ളം പോലും പകുത്തു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് ആ സ്വഹാബി ബന്ധത്തെ പരിവർത്തിച്ചത് പ്രിയപ്പെട്ട ഹബീബാണ്. നമ്മുടെ ഗാന്ധിജി പോലും പറഞ്ഞു നമുക്കൊരു ഭരണമുണ്ടെങ്കിൽ ഉമർത്തങ്ങളെ ഭരണം വേണം. ആരായിരുന്നു ഉമർത്തങ്ങൾ? വളരെ മോശമൊരവസ്ഥയിൽ നിന്ന് ആരും കൊതിക്കുന്ന ഭരണത്തിന്റെ ഉടമയിലേക്ക് ഉമർത്തങ്ങളെ മാറ്റിയെടുത്തത് പ്രിയപ്പെട്ട ഹബീബാണ്. സുജൂദിന് വീണ് ശഫാഅത്തിനായി സ്വർഗം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകും. സ്വർഗം ഉദ്ഘാടനം ചെയ്തിട്ട് സ്വർഗത്തിൽ നിൽക്കാതെ ഉമ്മത്തിനെ സഹായിക്കാൻ മഹ്ശറിൽ ഓടി നടക്കും പ്രിയപ്പെട്ട ഹബീബ്. അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് പോകാൻ അവസരം കിട്ടിയപ്പോൾ അപ്പയും പ്രിയപ്പെട്ട ഹബീബ് ഓർത്തത് നമ്മുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവാൻ പോകുമ്പോ ഒരേ ഒരു വിഷമം, എന്റെ മരണശേഷം എന്റെ ഉമ്മത്തിന് ആര് നോക്കുമെന്നുള്ള സംഗമം. ഇതിനുത്തരം കിട്ടിയപ്പോഴാ വഫാത്ത് റബ്ബിലേക്കുള്ള യാത്രയല്ലേ, അതിനുപോലും ഹബീബിന് തയ്യാറെടുക്കണമെങ്കിൽ എത്ര നമ്മളെ സ്നേഹിക്കുന്നുണ്ടാവും. ഇനിയിപ്പോ വഫാത്തായി കിടക്കാണ്, നമ്മുടെ തെറ്റിന്റെ പേരിൽ നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുന്ന പ്രിയപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ മഹ്ശറയിൽ ആരും തിരിഞ്ഞു നോക്കാത്തൊരു രംഗമുണ്ട്. പരസ്പരം തിരിഞ്ഞു നോക്കാതെ നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് പരക്കം പായുന്ന രംഗം. അപ്പോഴും എല്ലാവരും നമ്മളെ കൈവലിയുമ്പോഴും ചേർത്ത് പിടിക്കും പ്രിയപ്പെട്ട ഹബീബ്. ജീവിതവും ബർസഖും മഹ്ശറയും സ്വർഗവും എവിടെയും നമ്മളെ ഓർക്കുന്ന പ്രിയപ്പെട്ട ഹബീബ്. ഓരോ വിഷയങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് ഒരേ ഒരു തരം ഹബീബാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിക്കും ഹബീബിനെ കാണാത്ത കണ്ണുകൊണ്ട്, ഹബീബിനെ കേൾക്കാത്ത കാതുകൊണ്ട്, ഹബീബിനെ പുൽകാത്ത ഈ ആയുസ് കൊണ്ട് എന്ത് പ്രയോജനം? പ്രണയിക്കാൻ, സ്നേഹിക്കാൻ എല്ലാ ക്വാളിറ്റിയും നിറഞ്ഞ ഹബീബിനെ എന്തേ നമുക്ക് പ്രണയിക്കാൻ കഴിയാത്തത്? അല്ലാഹു പ്രണയിക്കാൻ തൗഫീഖ് നൽകട്ടെ.